ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ഏവൻഗേലിയോൻ ചിന്തകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ ഉള്ള വാക്യങ്ങൾ ആണ്. വിശുദ്ധ കുർബാന നിത്യജീവനായുള്ള ആഹാരം. ഹോളി കുർബാന ഈസ് ദ ഫുഡ് ഫോർ ദ ഇറ്റേണൽ ലൈഫ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭാപിതാക്കന്മാർ ധാരാളം തരത്തിൽ രേഖപ്പെടുത്താറുണ്ട്. വിശുദ്ധ കുർബാന കൂദാശകളുടെ രാജ്ഞി എന്ന് പറയുന്ന പിതാക്കന്മാരുണ്ട്. വിശുദ്ധ കുർബാന സുവിശേഷത്തിൻ്റെ സാരം എന്ന് പറയുന്ന പിതാക്കന്മാർ ഉണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തലുകൾ ധാരാളം ഉണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇത് രേഖപ്പെടുത്തുന്നത് 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായം നമുക്കറിയാം, അതിൻ്റെ തുടക്കത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥയുടേതാണ്. ബാലൻ്റെ കയ്യിലെ 5 അപ്പം ക്രിസ്തുവിൻ്റെ കയ്യിൽ നൽകി കഴിയുമ്പോൾ ക്രിസ്തു ആ 5 അപ്പത്തെ സ്വർഗത്തേക്ക് ഉയർത്തി അത് എല്ലാവർക്കും ഭക്ഷിപ്പാനായി നൽകുന്നു. ഈ അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ക്രിസ്തു പറയുന്നു, ഇത് നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ വിശപ്പിനായുള്ള ഭക്ഷണം, എന്നാൽ ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. ക്രിസ്തു ജീവൻ്റെ ഭക്ഷണവും നിത്യജീവൻ്റെ ഭക്ഷണവും എന്ന തലത്തിലേക്ക് ഉയർത്തുകയാണ്. അവരുടെ ശാരീരിക ആവശ്യത്തെ മനസ്സിലാക്കി അവർ വഴിയിൽ വീണുപോകാതിരിപ്പാൻ അവർക്ക് ഭക്ഷണം നൽകുന്ന ക്രിസ്തു നിത്യജീവൻ്റെ വഴിയിലുള്ള പാഥേയം, നിത്യജീവൻ്റെ വഴിയിലുള്ള വഴിയാഹാരം, ദ പിൽഗ്രിംസ് ഫുഡ്, അതിനെക്കുറിച്ച് അവരോട് പറയുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധാരാളമായ ആലോചനകൾ വേദപുസ്തകത്തിൽ ഉടനീളം ഉണ്ടെങ്കിലും ക്രിസ്തു പറയുന്നതായ ഈ വാക്കുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ തമ്പുരാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. ബേത്ത് ലഹം എന്ന് പറഞ്ഞാൽ അപ്പങ്ങളുടെ നാട് എന്നാണ്. അപ്പങ്ങളുടെ നാടായ ബേത്ലഹേമിലാണ് യേശു തമ്പുരാൻ ജന്മം കൊള്ളുന്നത് എന്ന് നാം വായിച്ചിട്ടുണ്ട്. അപ്പങ്ങളുടെ നാടായ ബേത്ലഹേമിൽ ജനിക്കുന്ന ഈശോ തമ്പുരാൻ പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു, നിത്യജീവൻ്റെ ഭക്ഷണം ഞാനാകുന്നു. അഥവാ എന്നെ ഭക്ഷിക്കുന്നതിലൂടെ നിത്യജീവനിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഇതിനെ അല്പം കൂടെ വ്യക്തമാക്കി യേശു പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഉള്ള അപ്പം ആകുന്നു. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. ഇസ്രയേൽ മക്കൾ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തു. അതിന് മന്ന എന്ന് പറയുന്നു. മന്ന എന്നത് കൊടുത്തിരിക്കുന്ന മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം വാട്ട് ഇറ്റ് ഈസ്, വാട്ട് എ വണ്ടർ ഇറ്റ് ഈസ്, ഹൗ അൺഡിഫൈനബിൾ ഇറ്റ് ഈസ് എന്നാണ്. ഇത് നമുക്ക് നിർവചിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത, ദൈവം തമ്പുരാൻ്റെ ദയയാൽ ഭൂമിയിലെ ഭക്ഷണമായി നൽകിയ ഒന്നാമത്തെ മന്നായെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം രേഖപ്പെടുത്തുന്നത് യേശു ഇവിടെ ഓർക്കുകയാണ്. കാരണം താൻ തന്നെ, തൃത്വത്തിൽ ഒരുവനായ താൻ തന്നെ ഇസ്രയേൽ മക്കളുടെ ഈ യാത്ര കണ്ടതാണ്. അതുകൊണ്ട് നിത്യതയിൽ പിതാവിനോടൊപ്പം വസിക്കുന്ന താൻ തന്നെ, പുത്രനായ ദൈവം തന്നെ പറയുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിച്ച ആ മന്ന, ഒന്നാമത്തെ മന്ന, അത് കഴിച്ചവരൊക്കെ മരിച്ചു. എന്നാൽ വിശുദ്ധ കുർബാന എന്ന 2-ാം മന്ന നിത്യജീവൻ്റെ ഭക്ഷണമാണ്. ഇത് കഴിക്കുന്നവൻ എൻ മൂലം
ജീവിക്കും. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. മരണത്തിനപ്പുറത്തുള്ള ജീവൻ അത് തരുന്നത് യേശു ക്രിസ്തുവാണ്. മരണത്തിനപ്പുറത്തുള്ള ജീവൻ തരാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവൻ മരണത്തെ തകർത്തവനാണ്. കാരണം അവൻ മരണത്തെ അതിജീവിച്ചവനാണ്. The risen Lord only can assure life beyond death because he has experienced death, he has surpassed death and he has overcome death. യേശു പറയുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഇത് യഹൂദന്മാർക്ക് മനസ്സിലായില്ല. അപ്പോഴവർ ചോദിക്കുന്നത് വളരെ രസകരമായ ചോദ്യമാണ്. ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആത്മീകമായ വഴികൾ ഒരുക്കപ്പെടേണ്ടതുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീനോടൊപ്പം ഒരു വയലിൻ കൺസേർട്ട് കേൾക്കാൻ ചെന്നിരുന്ന സമീപസ്ഥിതനായ ഒരാൾ കൺസേർട്ടിൽ മുഴുവൻ അസ്വസ്ഥനായപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിച്ചു, വയലിൻ കൺസേർട്ട് കേട്ടിട്ടുണ്ടോ നേരത്തെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേട്ടിട്ടില്ല. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നും പല ദിവസങ്ങളിലായി വയലിൻ്റെ ചില നോട്ടുകൾ വായിച്ചു കൊടുത്ത് ഈ കൺസേർട്ട് കേൾക്കത്തക്കവണ്ണം അദ്ദേഹത്തെ ട്രെയിൻ ചെയ്തു എന്നുമാണ് പറയുന്നത്. അഥവാ വിശ്വാസത്തിൻ്റെ ഗ്രാമറിലൂടെ പ്രവേശിച്ച് ആത്മീയതയുടെ അക്ഷരങ്ങളിലൂടെ സഞ്ചരിച്ച് വചനത്തിൻ്റെ വാക്കുകളിലൂടെ ജീവിച്ച് കൂദാശകളുടെ താളത്തിലൂടെ ഹൃദയത്തെയും ബോധത്തെയും വിചാരത്തെയും ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന മനുഷ്യർക്കാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹൂദന്മാർ ചോദിക്കുന്നു, നമ്മൾക്ക് മാംസം തിന്നേണ്ടതിന് ഇവൻ എങ്ങനെ തരും? യേശു പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. നിത്യജീവനെക്കുറിച്ചുള്ള സംഭാഷണം ആരംഭിക്കുന്നത് ആന്തരിക ജീവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു ആന്തരിക ജീവൻ്റെ അനുഭവം, ഇന്നർ ലൈഫും ഇറ്റേണൽ ലൈഫും തമ്മിൽ ബന്ധം ഉണ്ട്. ഒരു വ്യക്തിയുടെ ആളത്വത്തിൻ്റെ ആന്തരിക ജീവനിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ അപ്പത്തിലൂടെയും ഈ വീഞ്ഞിലൂടെയുമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഡിഡാക്കെ എന്ന് പറയുന്ന ആദികാല ഗ്രന്ഥം പറയുന്നത്, ഒരു കുർബാന ആൾക്കാർ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് അലിഞ്ഞ് അവരിലേക്ക് ചേരുകയും അവർ അപ്പമായി തീരുകയും ചെയ്യുന്നുവെന്നാണ്. ലൂഥർ പറയുന്നത് യു ലിറ്റിൽ ക്രൈസ്റ്റ് എന്നാണ്. ബിക്കോസ് യു ഹാവ് പാർട്ടേക്കൺ ഇൻ ദിസ് ഹോളി ബോഡി ആൻഡ് ഹോളി ബ്ലഡ്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംശികളാകുന്ന നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുണ്ട്. ഒരു എൻകറേജ്മെൻറ്റ്, ഇൻസ്പിറേഷൻ, ഇൻഫ്ലുവൻസ്, ഈ വാക്കുകളൊക്കെ ഇപ്പോൾ നമ്മയൊക്കെ വളരെ സ്വാധീനിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഓരോ വിശുദ്ധ കുർബാനയും ഒരു ഇൻഫ്ലുവൻസും ഒരു എൻകറേജ്മെൻറ്റും ആണ്. സുവിശേഷ വേലയിൽ വില്ലേജുകളിലൊക്കെ താമസിച്ച് ദീർഘവർഷം ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. എല്ലാ പ്രഭാതത്തിലുമുള്ള വിശുദ്ധ കുർബാനയാണ് അവർക്ക് ആന്തരികമായ ജീവൻ നൽകുന്നതെന്ന് അവരിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ കുർബാന നിത്യജീവൻ്റെ ഭക്ഷണം. വിശുദ്ധ കുർബാന ആന്തരിക ജീവൻ നൽകുന്നു. മുന്നോട്ട് പോകുമ്പോൾ അവിടെ കാണുന്നു, ഈ ഭക്ഷണം കഴിക്കുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. വിശുദ്ധ കുർബാന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉറപ്പാണ്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ഒരാളിൽ ക്രിസ്തുവിൻ്റെ അംശം ഉണ്ട്. ആ ക്രിസ്തുവിൻ്റെ അംശം അയാളിൽ വസിക്കുന്നതിനാൽ, നശിച്ചു പോകാത്ത ഒരു ജീവൻ്റെ അംശം അദ്ദേഹത്തിൽ ഉള്ളതിനാൽ, ആ ജീവൻ തീർച്ചയായും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ നാളിൽ പുനരുദ്ധാനം ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നും വാങ്ങിപ്പോയവർ മുമ്പേ പുനരുദ്ധാനം ചെയ്യുമെന്നും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നുള്ള പഠിപ്പിക്കലിന് അടിസ്ഥാനമായിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ അംശം ഉള്ളിൽ വസിക്കുന്നവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അംശികളായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശവസംസ്കാര ക്രമത്തിൽ നിന്റെ നാമത്തിൽ മാമോദീസ ഏറ്റവനും
നിന്റെ തിരുശരീരങ്ങളിൽ പങ്കുകാരനുമായ ഈ ദാസൻ, ഈ ദാസി കെട്ടുപോകാത്ത നരകത്തിലേക്ക് തള്ളപ്പെടുകയില്ലെന്നുള്ള വിശ്വാസം ഏറ്റ് പറയുകയാണ്. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരെ, നിൻ ജീവസ്വരം പറുദീസായിലേക്ക് ഉണർത്തുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് പാടിയ ആളെയാണ് നമ്മൾ യാത്ര അയക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ വിശ്വാസം തന്നെയാണ് ശവസംസ്കാര പ്രാർത്ഥനകളിൽ നമ്മൾ ഏറ്റ് പറയുന്നത്. അതിനുശേഷം നാം കാണുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കർത്താവ് നമ്മിലും നാം കർത്താവിലും വസിക്കുന്നു എന്നുള്ളത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ ഉപദേശം ആണ്. അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് അബൈഡ്സ് ഇൻ അസ്. ഈ വസിക്കുക എന്നുള്ളത് പൂർത്തിയാവുന്നത് ഭക്ഷിക്കുന്നതിലൂടെയാണ്. ഭക്ഷിക്കുക എന്നാൽ വസിക്കുക എന്നുകൂടെ അതിന് അർത്ഥമുണ്ട്. നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടുകാരുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും പറയും, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകണം. ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീട്ടുകാരുടെ ഒരംശം നമ്മുടെ ഉള്ളിലും പ്രവേശിക്കുന്നു. യേശു പറയുന്നു, ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു. കർത്താവിൻ്റെ നിത്യമായ കൂട്ടായ്മ, ആ വലിയ ഇൻറ്റിമസി, ആൻ അബ്സല്യൂട്ട് ഇൻറ്റിമസി. എനിക്ക് അറിയാവുന്ന ഒരാൾ ജീവിതത്തിൻ്റെ വൈധവ്യത്തിൻ്റെ സന്ധിയിൽ പുനർവിവാഹിത ആയി. ആ ദിവസം അവർ റെഡിയായിട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു വിശുദ്ധ കുർബാന കൈക്കൊള്ളണമെന്ന്. വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ വീക്ക് ഡേ ആയതുകൊണ്ട് സാധാരണഗതിയിൽ എളുപ്പമല്ലായിരുന്നു. എന്നാൽ അവർ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വെനസ്ഡേയിൽ കുർബാന ഉണ്ടായിരുന്നു. അവർ പോയി അന്ന് കുർബാന അനുഭവിച്ചു. അതിനുശേഷമാണ് വ്യാഴാഴ്ച വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എന്നോട് ഈ മാതാവ് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻറ്റിമസി, ദി അബ്സല്യൂട്ട് ഇൻ്റർ റിലേഷൻഷിപ്പ്, ഇൻ്റർ കണക്റ്റഡ്നെസ്, മ്യൂച്വൽ ഒബൈഡിങ് കർത്താവിനോടാണ്. അത് ഞാൻ ഏറ്റവും ആഴത്തിൽ അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. എവറി സെൽസ് ഇൻ മൈ ബോഡി ഈസ് ഇൻ ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്. ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റെവിടെയും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തതായി നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കാണുന്നത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. The purpose of life is to live like God has sent His only Son. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അയക്കപ്പെട്ടവരായി ജീവിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന നമുക്ക് നൽകപ്പെടുന്നത്. അഥവാ വിശുദ്ധ കുർബാന അയക്കുന്ന ഭക്ഷണമാണ്. ദിദാക്കയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, we gather all the small bread to your table and sanctify us and disperse us to all parts of the world. ഈ അപ്പനുറുക്കുകളെ ഞങ്ങൾ പലയിടത്തു നിന്ന് അവിടുത്തെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. നീ അവയെ വാഴ്ത്തി ഞങ്ങളെ ചിതറിച്ചയക്കണമേ. കം ടു വർഷിപ്പ് ദ ലോർഡ് ആൻഡ് ഡിപ്പാർട്ട് ടു വിറ്റ്നസ് ദ ലോർഡ്. ദൈവത്തെ ആരാധിക്കാനായി ഒരുമിച്ച് വരിക, അവൻ്റെ സാക്ഷികളാവാൻ മടങ്ങിപ്പോവുക. ഇതാണല്ലോ ആരാധന. പറഞ്ഞയക്കുമ്പോഴാണല്ലോ ആരാധന പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് കുർബാനയെ തുടരുവാൻ വേണ്ടി അയക്കുകയാണ്. ഫിലക്സീനോസ് ഓഫ് മാബൂഗ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ഓൾട്ടർ സ്വർഗത്തിലുണ്ട്, ഒരു ഓൾട്ടർ പള്ളിയിലുണ്ട്, ഒരു ഓൾട്ടർ നിങ്ങളിലുമുണ്ട്. ഇവ തമ്മിലുള്ള പാരസ്പര്യത്തിലാണ് ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് ആകുന്നത്. ക്രിസ്തുവിനെ തൃത്വത്തിൽ ഭൂമിയിലേക്ക് അയച്ചതുപോലെ സഭയുടെ ശരീരത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ലോകത്തിലേക്ക് അയക്കുകയാണ്. യാഗമായി തീരുവാൻ, ബലിയായി തീരുവാൻ, സാക്ഷികളായി തീരുവാൻ. 6-ാം നൂറ്റാണ്ടിൽ എഴുതിയ മനോഹരമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. പരിശുദ്ധ കന്യക മറിയാം അങ്ങേ ഉദരത്തിൽ വഹിച്ചതുപോലെ ഈ കുർബാനയിലൂടെ അങ്ങേ എന്നിൽ വഹിപ്പാനും
അവിടുത്തെ സാക്ഷിയായി തീരുവാനും എന്നെ സഹായിക്കണമേ. വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാന ക്രമീകൃതമായ ഒരുക്കത്തിലൂടെ, വിശ്വാസത്തിൻ്റെ ആദ്യാക്ഷരങ്ങളിലൂടെ, വചനത്തിൻ്റെ സാരത്തിലൂടെ, പ്രാർത്ഥനകളുടെ മനനത്തിലൂടെ ഹൃദയത്തെയും വിചാരത്തെയും ദൈവത്തിങ്കിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അനുഭവിക്കുന്ന വിസ്മയം ആണ്. വിശുദ്ധ കുർബാന നമുക്ക് ഉള്ളിൽ ജീവൻ തരുന്നു. whenever we are down, whenever we are confused, it will inspire us, encourage us to live on. വിശുദ്ധ കുർബാന നമുക്ക് പുനരുദ്ധാനം ഉറപ്പാക്കുന്നു. നമ്മെല്ലാവരും മരിക്കും എന്നുള്ളതും നമ്മുടെ പുനരുദ്ധാനത്തിന് ഏക അടിസ്ഥാനം കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ബലഹീനവും മൺമയവുമായ ഈ ശരീരത്തിൽ വസിക്കുന്നു എന്നുള്ളതിനാൽ ആണ്. വിശുദ്ധ കുർബാന നമുക്ക് ഉറപ്പ് തരുന്നത് അവൻ്റെ സഖിത്വമാണ്. ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് റിലേഷൻ ഇൻ ദിസ് വേൾഡ് ഈസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ആൻഡ് സേവിയർ. ആ വലിയ ഉഭയബന്ധത്തിൻ്റെ അനുഭവം ഉറപ്പാക്കുന്നത് കുർബാനയിലാണ്. വിശുദ്ധ കുർബാന ആ ബന്ധം ഉറപ്പാക്കുക മാത്രമല്ല, പുത്രനെ ലോകത്തിലേക്ക് പിതാവ് അയച്ചതുപോലെ അപ്പോസ്തോലികമായ ഉത്തരവാദിത്തങ്ങൾക്കായി നമ്മെ ഓരോരുത്തരെയും അയക്കുകയാണ്. അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും അവൻ്റെ സാക്ഷികളായി ജീവിച്ച് ഒരു കുർബാന പോലെ ദൈവത്തിങ്കിലേക്ക് ലോകത്തെ ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. താങ്ക് യു ലോർഡ് എന്ന് പറയുന്നതാണ് കുർബാന. ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയുന്നതാണ് കുർബാന. ദൈവമേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് കുർബാന. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവും മരണവും ക്രൂശീകരണവും പുനരുദ്ധാനവും വീണ്ടും വരവും ഒക്കെ അനുഭവിക്കുന്ന കുർബാനയെ സമ്മറൈസ് ചെയ്ത് നമ്മളിങ്ങനെ പറയുന്നു: നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിൻ്റെ രണ്ടാമത്തെ വരവനായി നമ്മൾ നോക്കിപ്പാർക്കുന്നു. ഓരോ ആഴ്ചയിലെയും കുർബാന നമ്മുടെ നിത്യജീവനുള്ള ആഹാരമായി, നിത്യജീവൻ്റെ വഴിയിലെ വഴിയാഹാരമായി തീരട്ടെ. ആമേൻ.